ഇതെങ്കിൽ ഇത് എന്തായാലും അവന്റെ ഫ്രണ്ടൊന്ന് മറഞ്ഞാൽ മതി. ആ ഇത്ര നീയായിരിക്കും. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? ചേട്ടാ ഒന്നുമില്ലാതൊരുത്തൻ ആ ബാത്റൂമിനകത്ത് നിൽപ്പുണ്ട്. അപ്പൊ അവന്റെ നാണം ഒന്ന് മറക്കാൻ. നീ എന്തിനാ ഫ്ലെക്സ് കയറണേ? ഫ്ലെക്സ് അവന്റെ നാണം ഒന്ന് മറക്കാൻ. അയ്യോ പോയല്ലോ. അവനെ നാളെ മറിക്കാൻ ഫ്ലെക്സ് കയറിയേക്കുന്നു. എത്ര നേരമായി ചേട്ടാ? എന്നാ പിന്നെ അവന്റെ ബാഗ് എടുത്തു കൊടുക്കുക, നമുക്ക് പോവാൻ. ചേട്ടൻ പണിയില്ല മനുഷ്യൻ. എന്തൊരു കഷ്ടോടെ ഇത്. പക്ഷെ നിങ്ങളെന്നെ വലിച്ചോണ്ട് ഓടല്ലേടാ. അനിയടാ ഒന്ന് ഇറങ്ങി പോണ താണ്ടെ ഉമാരനെ കൊല്ലുണ്ടാടേ. ഇപ്പൊ കാണാൻ എവിടെയാ നീ പറഞ്ഞ തുണിയിലാണ്ടിരിക്കണ ആള്? ഒരു പാവം മനുഷ്യനായിരുന്നു. പുള്ളിയുടെ പാന്റ് അരണ്ടങ്ങ് എടുത്തോണ്ട് പോയെന്ന്. പിന്നല്ലേ അനിയ വിഷമിക്കണ്ട. ഒരു 2 സെക്കൻഡ് ഒരു മുണ്ടെടുത്തോണ്ട് ഞാൻ ഇപ്പൊ വരാം. ഒന്ന് മാറും, ഒന്ന് വഴിയെന്ന് മാറ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് നീയാണ്. അനിയ ദേ ഇത് പിടിച്ചോ. എന്ത് പരിപാടിയാണ് ഏട്ടാ കാട്ടിയത്? എന്തിനീ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നത്? അതൊന്നും കാര്യമൊക്കെ ഉണ്ട്. എടുത്തോണ്ട് വേഗം വാ. ആൾക്കാർ നല്ല കലിപ്പിലാണ്. വേഗം വാ 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 വാ. മുണ്ടെങ്കിൽ മുണ്ട്. ചേട്ടാ ഇന്നലെ ഒരു വീഡിയോ വൈറലായില്ലേ? ആ പുള്ളിയുടെ വീട് ഇതാണോ? ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ആണോ? ഇന്നലെ ഇട്ട വീഡിയോ അത് വൈറലായ? 1 മില്യൺ അടിച്ചു. 1 മില്യൺ. 1 മില്യനാ? ആ അത് ഞാനാണത്. അത് ചേട്ടാ. അതെ അതെ. ഇത് പിടി 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 പിടി. ഞാൻ തിരിച്ചിട്ട് വരാം. ഒറ്റ മിനിറ്റ്. ചേട്ടാ ഈ വൈറലായ അയാളുടെ വീട് ഇതാ വീട്. ഇത് റിപ്പോർട്ടർ ചാനലാണ്. അതെ. മറ്റേ മുട്ടയില്ലേ? ഇല്ല ഇല്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. വാ 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 വാ. അമ്മേ നമ്മൾ പഴയ ആൾക്കാരല്ല, സെലിബ്രിറ്റികളാണ്. റീൽസ് ചെയ്യുന്നവർക്ക് എന്തോന്ന് നാണോടി. അമ്മേ ഇങ്ങനെ നിൽക്കാതെ വല്ല വെള്ളോ ചായോ എടുത്ത് അടിച്ച് കേറി നീയും എന്തായാലും ഇത്രയും പെട്ടെന്ന് വൈറലാവുന്നു. അല്ല വിനോദ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇന്നലെ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞായറാഴ്ച ഒരു 10-10:30 മണിയാകുമ്പോഴേ എഴുന്നേക്കുള്ളൂ. ഇപ്പൊ എന്റെ ഭാര്യയും എന്നെ എടുത്താൽ വിനോദം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട്. വിനോദിന്റെ പേരൊക്കെ എങ്ങനെ പഠിച്ചാൽ എനിക്കറിഞ്ഞു. ഒരു മിനിറ്റ് ഇപ്പോൾ വിനോദേ ചേട്ടനൊരു നല്ല കാലം വരുമ്പോ ഇങ്ങനെടാ റൂമിൽ കയറി കിടക്കുന്നത്. വിനോദ സംഭവം വൈറലായി. ഏഷ്യാനെറ്റ് 24 നമ്മളെ റിപ്പോർട്ട് എല്ലാരും താഴെ വന്നിട്ടുണ്ട്. എടാ എന്റെ റീൽസ് വൈറലായി. ഞാൻ ഫേമസ് ആണ് ഇപ്പൊ. നീ വാങ്ങട്ടെ. നമുക്ക് പറയാലോ ശ്രീരാജിന്റെ അനിയനാണെന്ന്. എന്റെ വയറ് ഇനി BBC കൂടെ വരുള്ളൂ. ബാക്കി എല്ലാവരും എന്റെ അനിയൻ. കൈകൂപ്പി.
ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബസ് സ്റ്റാൻഡിൽ നഗ്നതാ പ്രദർശനം നടത്തിയ വിനോദ് എന്ന ചെറുപ്പക്കാരന്റെ വീടിന്റെ മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് വിനോദ്. പറയൂ വിനോദ്, എന്താണ് പറയാനുള്ളത്? വിനോദ്, ഈ നഗ്നതാ പ്രദർശനം അവിചാരിതമായി സംഭവിച്ചതാണോ അതോ വൈറലാകാൻ വേണ്ടി താങ്കൾ മനഃപൂർവ്വം ചെയ്തതാണോ? നഗ്നതാ പ്രദർശനം ഞാനോ? നമ്മുടെ മോനെ നഗ്നതാ പ്രദർശനം നടത്തിയെന്ന് എന്നുവെച്ചാ തുണി പൊക്കി കാണിച്ചെന്ന്. ശ്രീരാജ ശ്രീരാജല്ല, വിനോദ്. വിനോദ, എന്റെ ഭഗവതി. കാണിക്കുന്നേ മൈ കണ്ണാക്കി തള്ളുന്നു.